വൈ ഡു വി ഡ്രീം? നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഇത് സങ്കല്പിക്കുക. നിങ്ങളൊരു നഗര തെരുവിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് കെട്ടിടങ്ങൾ പേപ്പർ പോലെ മുകളിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതൊരു സ്വപ്നമാണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ അത് അവിശ്വസനീയമാം വിധം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു. റിയാലിറ്റിയും ഇമാജിനേഷനും തമ്മിലുള്ള ബൗണ്ടറി ഒരു നിമിഷത്തേക്ക് മങ്ങിപ്പോകുമ്പോഴാണ് ഇത്തരം സ്വപ്നങ്ങൾ നമ്മളെ ആകർഷിക്കുന്നത്. എന്നാൽ നമ്മൾ എന്തിനാണ് സ്വപ്നം കാണുന്നത്? ഈ നൈറ്റ്ലി അഡ്വഞ്ചേഴ്സ്, രാത്രിയിലെ സാഹസിക യാത്രകൾ എന്ത് ലക്ഷ്യമാണ് നൽകുന്നത്? ഇൻസെപ്ഷനിലേതുപോലെ നമുക്ക് അവയെ കൺട്രോൾ ചെയ്യാൻ കഴിയുമോ? ചരിത്രം നോക്കിയാൽ സ്വപ്നങ്ങൾ വെറും ഫ്ലീറ്റിംഗ് ഇമേജസ് അല്ലെങ്കിൽ ക്ഷണികമായ ചിത്രങ്ങൾ മാത്രമല്ല. പുരാതന ഈജിപ്തുകാർ സ്വപ്നങ്ങളിൽ ഡിവൈൻ മെസ്സേജസ് ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ഇൻഡിജിനസ് കൾച്ചേഴ്സ് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള വഴികാട്ടികളായി സ്വപ്നങ്ങളെ ഉപയോഗിച്ചു. ഇനിയും ഉദാഹരണങ്ങളുണ്ട്. പീരിയോഡിക് ടേബിളിന്റെ ആദ്യത്തെ ഡിസൈൻ ഓരോ മൂലകങ്ങളുടെയും അറ്റോമിക് മാസിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെയും അടിസ്ഥാനത്തിൽ ദിമിത്രി മെൻഡലീവ് തയ്യാറാക്കിയത് അദ്ദേഹത്തിന് ഉറക്കത്തിൽ കണ്ടൊരു സ്വപ്നത്തിന്റെ ഇൻഫ്ലുവൻസിലാണ്. ബെൻസിൻ എന്ന കെമിക്കലിന്റെ സ്ട്രക്ചർ ഒരു പാമ്പ് സ്വയം വാൽ കടിക്കുന്നതായി ഫ്രെഡറിച്ച് ഓഗസ്റ്റ് കെക്കുലെ സ്വപ്നം കണ്ടതിൽ നിന്നുമാണ് ഉണ്ടായത്. 1936 മെഡിസിൻ നോബൽ ജേതാവ് ഒട്ടോ ലുവിയുടെ നോബൽ സമ്മാനത്തിന് അർഹമായ കണ്ടെത്തൽ ഒരു സ്വപ്നത്തിൽ നിന്നുമായിരുന്നു. നെർവ്സിലൂടെ സിഗ്നൽ പോകുന്നത് ഇലക്ട്രിക് സിഗ്നലിലൂടെ മാത്രമല്ല, കെമിക്കലി കൂടിയാണെന്ന് പ്രൂവ് ചെയ്യാൻ തവളയുടെ ഹൃദയം ഉപയോഗിച്ചുള്ള പരീക്ഷണം നടത്താൻ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത് സ്വപ്നമായിരുന്നു അത്രേ. വനവാസികൾ പിടിച്ചുകൊണ്ടു പോവുകയും കൃത്യമായി ഉത്തരം തന്നില്ലെങ്കിൽ കുന്തത്തിൽ കോർത്ത് കൊന്നുകളയുമെന്നും ഏലിയാസ് ഹോവിയോട് പറഞ്ഞപ്പോൾ ഹോവി അവരുടെ കുന്തത്തിലേക്ക് നോക്കി. കുന്തത്തിന്റെ കൂർത്ത മുനയിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഉറക്കമുണർന്ന് എഴുന്നേറ്റ് ഹോവി ലോകത്തെ ആദ്യത്തെ പ്രാക്ടിക്കൽ തയ്യൽ മെഷീൻ ഉണ്ടാക്കിയെന്നാണ് ചരിത്രം. നീൽസ് ബോറിന്റെ അറ്റോമിക് മോഡൽ, ജെയിംസ് വാട്സിന്റെ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ തുടങ്ങി ഇങ്ങ് ഗൂഗിൾ സെർച്ചിന്റെ പേജ് റാങ്ക് അൽഗോരിതം വരെ ലാറി പേജിന് തോന്നിയത് സ്വപ്നത്തിൽ നിന്നാണ്. ഈ കൂടെ നമ്മളില്ലേ എന്ന് ചോദിക്കേണ്ട, നമ്മളുമുണ്ട്. ശ്രീനിവാസ രാമാനുജന്റെ അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ തിയറീസ് അദ്ദേഹത്തിന് ഹിന്ദു ദേവതയായ നാമഗിരി സ്വപ്നത്തിൽ സമ്മാനിച്ചതാണത്രേ. സ്വപ്നങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുമോ എന്ന് ഇന്നും നാം ചിന്തിക്കുന്ന ഒന്നാണ്. സ്വപ്നങ്ങൾ നമ്മളെ ചോദ്യം ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ചിലപ്പോൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ കഴിവ് എത്രത്തോളമാണെന്ന് ഭയപ്പെടാനും പ്രേരിപ്പിക്കുന്നത്. ഇൻസെപ്ഷൻ പോലെയുള്ള സിനിമകളിൽ സ്വപ്നങ്ങൾ വെറും പേഴ്സണൽ എക്സ്പീരിയൻസസിനേക്കാൾ കൂടുതലായി മാറുന്നുണ്ട്. ഒരാളുടെ കോൺഷ്യസ്നെസ്സിനെ ഷെയർ ചെയ്യുവാനും ടൈം മാനിപ്പുലേഷൻ നടത്തുവാനും ഫിസിക്സിലെ നിയമങ്ങളെ വളച്ചൊടിക്കുവാനും ഒക്കെയുള്ള ഒരു പ്ലേ ഗ്രൗണ്ടായി സ്വപ്നങ്ങൾ മാറുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഹോളിവുഡ് ഫാന്റസികൾ മാത്രമാണോ? അതോ ഈ ഐഡിയകൾ പോസിബിൾ ആണെന്നുള്ള എന്തെങ്കിലും ഹിന്റ് സയൻസ് നൽകുന്നുണ്ടോ? ഒരു ന്യൂറോ സയന്റിഫിക് കാഴ്ചപ്പാടിൽ സ്വപ്നങ്ങൾ സംഭവിക്കുന്നത് പ്രധാനമായും REM സ്ലീപ്പിൽ ആണ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ഉറക്കത്തിനിടയിൽ നിങ്ങൾ ഉണർന്നിരിക്കുന്നത് പോലെ ബ്രെയിൻ ആക്റ്റീവ് ആകുന്ന ഒരു സ്റ്റേജാണിത്. ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ഇമോഷൻസിനെ പ്രോസസ് ചെയ്യുന്നു, ഓർമ്മകളെ ശക്തിപ്പെടുത്തുന്നു, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, തലേദിവസം രാത്രി ഇമ്പോസിബിൾ എന്ന് തോന്നിയ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഉണർന്നിട്ടുണ്ടോ? അതാണ് സ്വപ്നങ്ങളുടെ ശക്തി. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള ശാസ്ത്രജ്ഞർ ഒരിക്കൽ വാദിച്ചത് സ്വപ്നങ്ങൾ മറഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളെ വെളിപ്പെടുത്തുന്നു എന്നാണ്. ഡ്രീംസ് റിവീൽ ഹിഡൻ ഡിസയേഴ്സ്. ഇന്ന് റിയാലിറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നിന്ന് ഫ്രീ ആയിരിക്കുന്ന ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഡ്രീം എക്സ്പ്ലോർ ചെയ്യുന്ന റിസർച്ചേഴ്സ് കുറവൊന്നുമല്ല. ചില സ്റ്റഡി സൂചിപ്പിക്കുന്നത് ലൂസിഡ് ഡ്രീമിംഗ്, അതായത് നിങ്ങൾ സ്വപ്നം കാണുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണുന്നത്, അത് ആങ്സൈറ്റി കുറയ്ക്കുവാനും ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും എന്നൊക്കെയാണ്. സോ ഹിയർ ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. സ്വപ്നങ്ങൾ ഇത്ര പവർഫുൾ ആണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇൻസെപ്ഷനിലേതുപോലെ അവയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമോ? ഒരു ദിവസം നമുക്ക് സ്വപ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാനാകുമോ? അല്ലെങ്കിൽ അവയുടെ എല്ലാ വശങ്ങളും നിയന്ത്രിക്കാനാകുമോ? ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു സ്വപ്നത്തിനുള്ളിലെ മറ്റൊരു സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾ ഉണരുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പോഴും സ്വപ്നം കാണുക തന്നെയാണ്. ഇപ്പോൾ ആ എക്സ്പീരിയൻസ് മറ്റൊരാളുമായി ഷെയർ ചെയ്യുന്നത് കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇൻസെപ്ഷനിൽ ഒന്നിലധികം ആളുകൾക്ക് ഒരേ സ്വപ്നം ഒരേ സമയം എക്സ്പീരിയൻസ് ചെയ്യുകയും ഓരോ ലെയറായി സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരികയുമാണ് ചെയ്യുന്നത്. ഇതിൽ എത്രത്തോളം സയൻസ് ആണുള്ളത്? മൾട്ടി ലെവൽ ഡ്രീംസ്, ഫാക്ട് ഓർ ഫാന്റസി? ഇൻസെപ്ഷനിൽ ഡ്രീംസിന് ലെയറുകളുണ്ട്. ഒരു സ്വപ്നത്തിനുള്ളിൽ മറ്റൊരു സ്വപ്നത്തിനുള്ളിൽ നിങ്ങൾ എത്രത്തോളം ഡീപ്പായി പോകുന്തോറും സമയം നീങ്ങുന്നത് വളരെ പതുക്കെയാണ്. എന്നാൽ ബ്രെയിൻ യഥാർത്ഥത്തിൽ ഇതുപോലെയാണോ പ്രവർത്തിക്കുന്നത്? ന്യൂറോ സയൻസ് പറയുന്നത് സ്വപ്നങ്ങൾക്ക് ലെയേഴ്സ് ഒന്നുമില്ല. എന്നിരുന്നാലും സമയത്തെക്കുറിച്ചുള്ള നമ്മളുടെ പെർസെപ്ഷൻ അത് ഡിസ്റ്റോർട്ടഡ് ആവുന്നുണ്ട്. ഒരു സ്വപ്നത്തിൽ മണിക്കൂറുകൾ പോലെ തോന്നുന്നത് റിയൽ ടൈമിൽ മിനിറ്റുകൾ മാത്രമേ നിലനിൽക്കൂ എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. REM സ്ലീപ്പിൽ ഇൻഫർമേഷനെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതികളിലായതുകൊണ്ടാണ് നമുക്ക് ഓരോ ഇവൻറ്റ്സ് വളരെ പതുക്കെ അൺഫോൾഡായി വരുന്നത് പോലെ തോന്നുന്നത്. ഒരു ഉദാഹരണം നോക്കിയാൽ, ഒരു പഠനത്തിൽ ലൂസിഡ് ഡ്രീമേഴ്സിനോട് സ്വപ്നം കാണുമ്പോൾ ഓരോ സെക്കൻഡുകളും എണ്ണാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ റിസൾട്ടിൽ റിയൽ ടൈമും പെർസീവ്ഡ് ടൈമും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഇൻസെപ്ഷനിലേതുപോലെ സ്വപ്നങ്ങൾക്കുള്ള മൾട്ടി ലെയർ ഫീച്ചർ റിയാലിറ്റിയിൽ ഇല്ലെങ്കിലും ടൈം ഡയലേഷൻ, അതായത് സമയത്തിലുള്ള വ്യത്യാസം, അതിനൊരു സയന്റിഫിക് സ്റ്റാൻഡ് ഉണ്ട്. ഷെയർഡ് ഡ്രീമിംഗ്, സയൻസ് ഓർ സൈഫൈ? ഷെയർഡ് ഡ്രീമിംഗ് എന്ന ഐഡിയ ഒരേ സ്വപ്നത്തിലേക്ക് ഒന്നിലധികം ആളുകൾ പ്രവേശിക്കുന്ന ആശയം സയൻസ് ഫിക്ഷനിൽ നിന്ന് വന്ന ഒരു ഐഡിയയായി പ്രത്യക്ഷത്തിൽ തോന്നാം. കാരണം നമുക്കറിയാവുന്നിടത്തോളം അങ്ങനെയാണ്.
നിലവിൽ 2 അതിലധികമോ മൈൻഡ്സിനെ ഒരൊറ്റ ഷെയർ ഡ്രീമിലേക്ക് കണക്ട് ചെയ്യുന്ന പോസിബിലിറ്റി ന്യൂറോ സയൻസ് ബാക്കപ്പ് ചെയ്യുന്ന ഒരു ഐഡിയ അല്ല. സ്വപ്നങ്ങൾ ഒരാഴത്തിലുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഒരു ഇൻഡിവിജ്വൽ ബ്രെയിനിലെ ഇലക്ട്രിക്കൽ കെമിക്കൽ ആക്ടിവിറ്റീസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു യൂണീക്ക് പ്രോസസ്സാണിത്. എന്നാൽ ന്യൂറൽ ഇൻ്റർഫേസിങ്ങിലും ബ്രെയിൻ ടു ബ്രെയിൻ കമ്മ്യൂണിക്കേഷനിലും നടന്നു വരുന്ന റിസർച്ച് ഈ ഒരു ബൗണ്ടറി കടക്കുന്നുണ്ട്. 2 തലച്ചോറുകൾക്കിടയിൽ സിമ്പിൾ തോട്ട്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പഠനങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. സോ ഒരു ഷെയർഡ് കോൺഷ്യസ്നെസ്സിനുള്ള സാധ്യത ഒരുപാട് അകലെയല്ല. 2023 അമേരിക്കയിലെ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചേഴ്സ് ചിന്തകളിൽ നിന്ന് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ബ്രെയിൻ ഇംപ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ടെക്നോളജിക്ക് ഒരു ദിവസം സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയാൻ കഴിയില്ല. ഇതുവരെ ഇല്ല എന്ന് പറയാനേ കഴിയൂ. ടൈം ഡയലേഷൻ ഇൻ ഡ്രീംസ്, എ കേണൽ ഓഫ് ട്രൂത്ത്. ഇൻസെപ്ഷനിൽ ഡ്രീം ലെയർ കൂടുതൽ ആഴത്തിൽ പോകുന്തോറും ടൈം വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഏതാനും മിനിറ്റുകൾ സ്വപ്നലോകത്തിൽ മണിക്കൂറുകളോ ദിവസങ്ങളോ വരെ നീണ്ടു നിൽക്കും. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? രസകരമെന്ന് പറയട്ടെ, സ്വപ്നങ്ങളിൽ സമയത്തെക്കുറിച്ചുള്ള ധാരണ വളരെ ഇലാസ്റ്റിക്കാണ്. ചില ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഇത് സംഭവിക്കുന്നത് സ്വപ്നം കാണുമ്പോൾ നമ്മളുടെ ബ്രെയിൻ കുറച്ച് സെൻസറി ഇൻപുട്ടുകൾ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ടും സിറ്റുവേഷൻസിലൂടെ വേഗത്തിൽ ഓടാൻ മനസ്സിനെ അനുവദിക്കുന്നത് കൊണ്ടുമാണ്. സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന അങ്ങേയറ്റത്തെ വ്യത്യാസങ്ങൾ റിയാലിറ്റിയിലെ മിനിറ്റുകൾ സ്വപ്നത്തിലെ വർഷങ്ങളായി മാറുന്നത്. നിലവിൽ അതിന് സയൻറ്റിഫിക് എവിഡൻസസ് ഇല്ല. എന്നാലും കോർ ഐഡിയ സ്വപ്നങ്ങളിൽ സമയം വ്യത്യസ്തമാണെന്ന് കാണിക്കുന്നത് ദാറ്റ്സ് റിയൽ. ലൂസിഡ് ഡ്രീമിംഗ്, സയൻസ് ഓർ സൈഫൈ. നിങ്ങൾ സ്വപ്നം കാണുകയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നിട്ട് പറക്കാനോ സ്വപ്നത്തിലെ സീനറി മാറ്റാനോ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യുവാനോ തീരുമാനിച്ചിട്ടുണ്ടോ? ഇത് ലൂസിഡ് ഡ്രീമുകളുടെ പ്രത്യേകതയാണ്. ഇൻസെപ്ഷനിൽ കോബും ടീമും ഡ്രീം വേൾഡുകളെ തന്ത്രപൂർവ്വം കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് റിയാലിറ്റിയോട് എത്രത്തോളം അടുത്താണ്? കോബിനെ പോലെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ആർക്കിടെക്റ്റ് ആവാൻ നിങ്ങൾക്ക് കഴിയുമോ? വാട്ട് ഈസ് ലൂസിഡ് ഡ്രീമിംഗ്? നിങ്ങൾ ഉറങ്ങുമ്പോൾ തന്നെ സ്വപ്നം കാണുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ലൂസിഡ് ഡ്രീമിംഗ് സംഭവിക്കുന്നു. പതിവ് സ്വപ്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തമായ സ്വപ്നങ്ങൾ സ്വപ്നത്തിൻ്റെ നരേഷനെയും ചുറ്റുപാടുകളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും പോലും കൺട്രോൾ ചെയ്യാനുള്ള ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. ലൂസിഡ് ഡ്രീമിംഗ് റിയൽ ആണെന്ന് സയൻറ്റിഫിക് റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. 1980കളിൽ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഡോക്ടർ സ്റ്റീഫൻ ലബർഗിനെ പോലുള്ള ഗവേഷകർ ലൂസിഡ് ഡ്രീമിംഗ് നടത്തുന്നവർ അവർ സ്വപ്നം കാണുമ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഐ മൂവ്മെൻറ്റ്സ് അവരുടെ അവയർനെസ്സിനെ സൂചിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ലൂസിഡ് ഡ്രീമിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ആദ്യ തെളിവിതാണ്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഒരു പഠനത്തിൽ ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യുന്നവരോട് സ്വപ്നം കാണുമ്പോൾ അവരുടെ കണ്ണുകൾ ഇടത്തു നിന്ന് വലത്തോട്ട് ഒരു നിശ്ചിത തവണ മൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. റിസർച്ചേഴ്സ് പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ EEG മെഷീൻസ് ആ മൂവ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. സ്വപ്നത്തിനുള്ളിൽ അവർ കോൺഷ്യസ് ആണെന്ന് ഇത് പ്രൂവ് ചെയ്തു. ഹൗ മച്ച് കൺട്രോൾ ക്യാൻ യു റിയലി ഹാവ്? ഇൻസെപ്ഷൻ പോലെയുള്ള സിനിമകളിൽ ഡ്രീം വേൾഡിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഏറ്റെടുക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ലാൻഡ്സ്കേപ്പുകൾ മാറ്റുക, പാരഡോക്സിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക, ഫിസിക്സ് വളച്ചൊടിക്കുക, അങ്ങനെ. എന്നാൽ ലൂസിഡ് ഡ്രീമേഴ്സിന് എത്രത്തോളം അവരുടെ സ്വപ്നങ്ങളിൽ കൺട്രോൾ ഉണ്ട്? വാസ്തവത്തിൽ ഈ കൺട്രോളിൻ്റെ അളവ് ഡിഫറൻ്റ് ആണ്. ചില ആളുകൾക്ക് അവരുടെ ഡ്രീം എൻവയോൺമെൻറ്റിനെ കാര്യമായ അളവിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. സെറ്റിങ്സ് പൂർണ്ണമായി മാറ്റുക, പുതിയ വസ്തുക്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പറക്കുക, അങ്ങനെയൊക്കെ. എന്നിരുന്നാലും സിനിമയിൽ കാണിക്കുന്നത് പോലെ മൈക്രോ ഡീറ്റെയിലിങ്ങിലുള്ള കംപ്ലീറ്റ് കൺട്രോൾ അത് വളരെ അപൂർവമാണ്. അൺപ്രഡിക്റ്റബിൾ ആയ സബ് കോൺഷ്യസ് തോട്ട്സും ഇമോഷൻസും ഡ്രീംസിനെ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. വളരെ എക്സ്പേർട്ടായ ലൂസിഡ് ഡ്രീമേഴ്സിന് പോലും കംപ്ലീറ്റ് കൺട്രോൾ നിലനിർത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. രസകരമെന്ന് പറയട്ടെ, ലൂസിഡ് ഡ്രീമിങ്ങിൽ ആളുകൾക്ക് ഗവേഷകരുമായി റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ നടത്തുവാനും ഐ മൂവ്മെൻറ്റ്സ് ഉപയോഗിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും കഴിയുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് സ്വപ്നലോകവുമായി ബോധപൂർവം ഇടപഴകാൻ കഴിയുമെങ്കിലും മനസ്സ് എപ്പോഴും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലാണ് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. റിയൽ വേൾഡ് ടെക്നിക്സ് ഫോർ ലൂസിഡ് ഡ്രീമിംഗ്. നിങ്ങൾക്ക് ലൂസിഡ് ഡ്രീമിംഗ് പരീക്ഷിക്കണമെങ്കിൽ നിങ്ങൾ അതിൽ സക്സസ് ആവാനുള്ള ചാൻസസ് കൂടുന്നതിന് ചില ടെക്നിക്സ് ഒക്കെ ഉണ്ട്. 1. റിയാലിറ്റി ചെക്സ്. ഒരു ദിവസം മുഴുവൻ സ്വയം ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് പറയുക. ഇടയ്ക്കിടെ നിങ്ങളുടെ വിരൽ നിങ്ങളുടെ കയ്യിലൂടെ തള്ളുക, അല്ലെങ്കിൽ സമയം എപ്പോഴും 2 തവണ നോക്കുക. ഒടുവിൽ നിങ്ങളിത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ചെയ്യുകയും നിങ്ങൾ സ്വപ്നം കാണുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. 2. നിമോണിക് ഇൻഡക്ഷൻ ഓഫ് ലൂസിഡ് ഡ്രീംസ്. മൈൽഡ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണെന്ന് ഞാൻ തിരിച്ചറിയും എന്ന് ഇടയ്ക്കിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ സ്വപ്നങ്ങളിൽ പോലും ബോധത്തോടെ ഇരിക്കാൻ സഹായിക്കും. 3. വേക്ക് ബാക്ക് ടു ബെഡ്. WBTB. 4-5 മണിക്കൂർ ഉറക്കത്തിന് ശേഷം ഉണരുക, 15-30 മിനിറ്റ് ഉണർന്നിരിക്കുക, ശേഷം വീണ്ടും ഉറങ്ങുക. ഇത് REM ഉറക്കത്തിലേക്ക്, അതായത് REM സ്ലീപ്പിലേക്ക് പ്രവേശിക്കാനുള്ള ചാൻസ് കൂട്ടും. അപ്പോൾ ലൂസിഡ് ഡ്രീംസ് നടക്കാനുള്ള സാധ്യതകൾ വീണ്ടും കൂടും. പല ഡ്രീമേഴ്സ് ഈ രീതികൾ ഉപയോഗിച്ച് സക്സസ് ആയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇതിന് പ്രാക്ടീസും ക്ഷമയും ആവശ്യമാണ്.
ടൈം സ്ലോസ് ഡൗൺ ഇൻ ഡ്രീംസ്, ട്രൂത്ത് ഓർ ഇല്യൂഷൻ. മണിക്കൂറുകൾ നീണ്ടുനിന്ന സ്വപ്നത്തിൽ നിന്നും ഉണർന്നു നോക്കുമ്പോൾ ആകെ കുറച്ച് മിനിറ്റുകളെ ഉറങ്ങിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടില്ലേ? ഇൻസെപ്ഷനിൽ നിങ്ങളൊരു സ്വപ്നത്തിലേക്ക് ആഴത്തിലേക്ക് പോകും തോറും സമയം വളരെയധികം സ്ലോ ആകുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം റിയാലിറ്റിയെ ബേസ് ചെയ്താണോ അതോ ഫിക്ഷൻ മാത്രമാണോ? ദ ഇൻസെപ്ഷൻ കൺസെപ്റ്റ് ഓഫ് ടൈം ഡയലേഷൻ. ഇൻസെപ്ഷനിൽ ടൈം ഡയലേഷൻ പ്ലോട്ടിന്റെ സെൻട്രൽ പാർട്ടാണ്. ഓരോ ഡ്രീം ലെയറും സമയം കൂടുതൽ സ്ലോ ആക്കുന്നു. റിയൽ വേൾഡിലെ വെറും മിനിറ്റുകൾ സ്വപ്നലോകത്ത് മണിക്കൂറുകളോ ദിവസങ്ങളോ വർഷങ്ങളോ വരെ നീളുന്നു. സിനിമയിൽ റിയാലിറ്റിയിലെ ഒരു മിനിറ്റ് സ്വപ്നത്തിൽ 20 മിനിറ്റിന് തുല്യമാണ്. ഓരോ ഡീപ്പർ ലെയേഴ്സിനും ഈ എഫക്റ്റ് എക്സ്പോണൻഷ്യലി കൂടുകയാണ്. ഇതൊരു ഫാസിനേറ്റിംഗ് ഐഡിയയാണ്. പക്ഷേ ഇതിന് സയൻസിൽ എന്തെങ്കിലും ബേസിസ് ഉണ്ടോ? ഷോർട്ട് ആൻസർ, പാർഷ്യലി ഇത് ശരിയാണ്. അതായത് സിനിമയിലെ ആ കൺസെപ്റ്റ് ഭാഗികമായി ശരിയാണ്. ഹൗ ടൈം ഇസ് പെർസീവ്ഡ് ഡ്യൂറിങ് ഡ്രീം. സ്വപ്നങ്ങളിലെ സമയത്തെക്കുറിച്ചുള്ള പെർസെപ്ഷൻ ഉണർന്നിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഡിഫറൻ്റ് ആണെന്ന് ന്യൂറോ സയൻസ് പറയുന്നുണ്ട്. പക്ഷേ അത് സിനിമയിലെ പോലെ ഒരു സ്ട്രിക്റ്റ് റേഷ്യോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. റെം സ്ലീപ്പിൽ വളരെ വിവിഡ് ഡ്രീംസ് ഉണ്ടാകുമ്പോൾ എക്സ്റ്റേണൽ സെൻസറി ഇൻപുട്ട് ഇല്ലാതെ നിങ്ങളുടെ ഉണർന്നിരിക്കുന്നത് പോലെ തന്നെ തലച്ചോറ് വളരെ ആക്റ്റീവായിരിക്കും. കോൺഷ്യസ്നെസ്സിനെ ഒരു തരത്തിൽ ആൾട്ടർ ചെയ്തതുപോലെ ആകുന്ന ഈ അവസ്ഥയിൽ സമയം മാറി മറിഞ്ഞ് ഡിസ്റ്റോർട്ടഡ് ആയതുപോലെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ കരുതുന്നത് പോലെയുള്ള റിയാലിറ്റിയിൽ നിന്നും അത്രയധികം സമയ വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഡ്രീം വേൾഡിലെ സമയവും റിയൽ വേൾഡിലെ സമയവും മിക്കപ്പോഴും പാരലായി തന്നെയാണ് പോകുന്നത്. ഒരു ഉദാഹരണം നോക്കിയാൽ, ലൂസിഡ് ഡ്രീമേഴ്സിനോട് അവരുടെ ഉറക്കത്തിൽ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ശേഷം അവർ ഉണർന്നിരിക്കുമ്പോഴും നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. 2 പ്രാവശ്യവും അവർ ഏതാണ്ട് ഒരേ സമയം തന്നെയാണ് അതിനെടുത്തത്. എന്നാൽ ഹൈലി ഇമോഷണലായ സ്വപ്നങ്ങളുടെ കാര്യത്തിൽ സമയവ്യത്യാസം കാര്യമായി തന്നെ ഉണ്ടായേക്കാം. ഡ്രീം റിസർച്ചറായ ഉഴ്സുല വോസിന്റെ ഒരു ഫേമസ് എക്സ്പെരിമെന്റിൽ ലൂസിഡ് ഡ്രീമേഴ്സിനോട് അവരുടെ സ്വപ്നങ്ങളിൽ 10 വരെ എണ്ണാനും എണ്ണിത്തീരുമ്പോൾ സിഗ്നൽ തരുവാനും ആവശ്യപ്പെട്ടു. അതിന്റെ റിസൾട്ടിൽ ചെറിയ സമയവ്യത്യാസമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതായത് സ്വപ്നങ്ങൾ നീണ്ടു നിവർന്നു കിടക്കുന്നതായി തോന്നാം, പക്ഷേ ഇൻസെപ്ഷനിൽ കണ്ടതുപോലെ ഒരു ഡ്രമാറ്റിക് എക്സ്റ്റെൻഡിൽ കാണാൻ കഴിയില്ല. വൈ ഡു ഡ്രീംസ് ഫീൽ ലോങ്ങർ ദാൻ ദേ ആർ? സ്വപ്നങ്ങൾ ചിലപ്പോൾ നീണ്ടു നിൽക്കുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടെന്ന് ഒരുപാട് തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 1. മെമ്മറി കംപ്രഷൻ. നമ്മുടെയൊക്കെ ബ്രെയിൻ ഡ്രീം വിഷ്വൽസിനെ എഡിറ്റ് ചെയ്യുകയും കണ്ടൻസ് ചെയ്യുകയും, അതായത് കൂടുതൽ വിഷ്വൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ സംഭവിച്ചതായി തോന്നുന്നു. 2. റെഡ്യൂസ്ഡ് സെൻസറി ഇൻപുട്ട്. ഉണർന്നിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന നിരന്തരമായ സെൻസറി ഡാറ്റ കൂടാതെ തലച്ചോറിന് കൂടുതൽ എക്സ്പാൻഡഡ് ആയ ടൈം ഫ്രെയിം ഉണ്ടാക്കാൻ കഴിയും. 3. ഫ്രാഗ്മെന്റഡ് കോൺഷ്യസ്നെസ്. ഡ്രീം സ്റ്റേറ്റ് പാസ്റ്റിനെയും പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ഒരു തരത്തിൽ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ലീനിയർ ടൈം ലൈനിന്റെ ഒരു റിജിഡ് നേച്ചർ ഇല്ലാതാക്കി സോഫ്റ്റ് നേച്ചർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതെല്ലാം സ്വപ്നത്തിലെ സമയം എക്സ്റ്റെൻഡഡ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാൻ ഡ്രീംസ് ബി യൂസ്ഡ് ടു സ്റ്റീൽ മെമ്മറീസ്? ദ ന്യൂറോ സയൻസ് ഓഫ് ഡ്രീം ഇൻവേഷൻ. ഓർമ്മകൾ മോഷ്ടിക്കാൻ സ്വപ്നങ്ങൾ ഉപയോഗിക്കാമോ? സ്വപ്ന അധിനിവേശത്തിന്റെ ന്യൂറോ സയൻസ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനും നിങ്ങളുടെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ മോഷ്ടിക്കാനും ആർക്കെങ്കിലും കഴിയുമോ എന്ന് സങ്കല്പിക്കുക. ഇൻസെപ്ഷനിൽ കോബിന്റെ ടീം സ്വപ്നങ്ങളിൽ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വിലപ്പെട്ട വിവരങ്ങൾ വേർതിരിച്ചെടുക്കുന്നു. എന്നാൽ ഇത് യാഥാർത്ഥ്യത്തോടെ എത്രത്തോളം അടുത്താണ്? സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിൽ മെമ്മറി എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ കൃത്രിമത്വത്തിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കാമോ? ഇൻസെപ്ഷനിൽ ഡ്രീം എക്സ്ട്രാക്ഷൻ അഥവാ സ്വപ്നത്തിൻ്റെ വേർതിരിച്ചെടുക്കൽ ഒരു അഡ്വാൻസ്ഡ് എസ്പിയോണേജ് ടെക്നിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ടാർഗറ്റായ വ്യക്തി അയാൾ സ്വപ്നം കാണുമ്പോൾ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും മെമ്മറീസ് മോഷ്ടിക്കും. സ്വപ്നം കാണുന്ന സമയത്ത് ടാർഗറ്റിൻ്റെ ഡിഫൻസ് വളരെ ദുർബലമായിരിക്കും. അതുകൊണ്ട് തന്നെ മെമ്മറി മാനിപ്പുലേഷൻ അഥവാ ഓർമ്മകളുടെ കൃത്രിമത്വം നടത്താൻ കഴിയും. ഇതാണ് ചിത്രം പറയുന്നത്. സ്വപ്നങ്ങളിലൂടെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഓർമ്മകൾ മോഷ്ടിക്കുക എന്നതിന് ന്യൂറോ സയൻസിൽ തെളിവൊന്നുമില്ല. എന്നാൽ ഉറങ്ങുന്ന ഒരു വ്യക്തിയിൽ അയാൾ കാണുന്ന സ്വപ്നങ്ങളിലൂടെ മെമ്മറി മാനിപ്പുലേഷൻ അഥവാ ഓർമ്മകളുടെ കൃത്രിമത്വം നടത്താൻ കഴിയും എന്നതിന് ന്യൂറോ സയൻസ് പരീക്ഷണങ്ങൾ തെളിവുകൾ നൽകുന്നുണ്ട്. മെമ്മറി മാനിപ്പുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ ഇൻ റിയൽ വേൾഡ്. ഓർമ്മകൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും അവ എങ്ങനെ മാറ്റാമെന്നും മനസ്സിലാക്കുന്നതിൽ ശാസ്ത്രജ്ഞർ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതായത് മെമ്മറി മാനിപ്പുലേഷൻ എന്നതൊരു സയൻസ് ഫിക്ഷൻ അല്ല, പക്ഷേ ഇൻസെപ്ഷനിൽ കാണിക്കുന്നത് പോലെ അത്രയും പവർഫുൾ അല്ല എന്ന് മാത്രം. പാരീസിലെ CNRS അതായത് നാഷണൽ സെന്റർ ഫോർ സയന്റിഫിക് റിസർച്ചിൽ ന്യൂറോ സയന്റിസ്റ്റായ ഡോക്ടർ കരീം ബെഞ്ചനൻ നടത്തിയ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ച് ഉണ്ട്. അതിൽ ഉറങ്ങിക്കിടക്കുന്ന എലികളുടെ ബ്രെയിനിൽ ഫോൾസ് മെമ്മറീസ് ഇംപ്ലാന്റ് ചെയ്യുന്നതിൽ സക്സസ് ആയിട്ടുണ്ട്. എലികൾ ഉറങ്ങുന്ന സമയത്ത് അവയിലെ ബ്രെയിനിലെ ചില ന്യൂറോണുകളെ ആ എലികൾ ഇതിനു മുൻപ് എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങൾക്ക് സമാനമായ സിമുലേഷൻസ് കൊടുത്തു. അതിനുശേഷം ഈ എലികൾ അവർക്ക് കിട്ടിയ പുതിയ സിമുലേഷൻസിന് കറസ്പോണ്ടിങ് ആയ രീതിയിൽ പെരുമാറുകയും ചെയ്തു. ഡീറ്റെയിൽ ആയി പറയാം. ബ്രെയിനിലെ മെമ്മറി ഫോർമേഷൻ അഥവാ ഓർമ്മകളുടെ നിർമ്മാണം നടക്കുന്നത് ഹിപ്പോക്യാമ്പസ് എന്ന ഭാഗത്താണ്. ഈ ഓർമ്മകൾക്ക് അനുസരിച്ചുള്ള ഒരു റിവാർഡ് സ്വീകരിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മീഡിയൽ ഫോർബ്രെയിൻ ബണ്ടിലാണ്.
അതായത് നമ്മൾ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ പാട്ടിലെ നോട്ട്സ്, റിതംസ് ഒക്കെ ഒരു മെമ്മറിയായി സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ്. എന്നാൽ പിന്നീട് ആ പാട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നത് മീഡിയൽ ഫോർബ്രെയിൻ ബണ്ടിൽ ആക്ടിവേറ്റ് ആയി ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. എലിയുടെ ബ്രെയിനിൻ്റെ ഈ രണ്ട് ഭാഗത്തും ശാസ്ത്രജ്ഞർ ന്യൂറോ ഇലക്ട്രിക്കൽ ഇമ്പൾസ് സ്വീകരിക്കാൻ കഴിയുന്ന ഇലക്ട്രോഡ്സ് ഇംപ്ലാന്റ് ചെയ്തു. അതായത് ആ ഭാഗങ്ങളിൽ ഓർമ്മകൾക്ക് തുല്യമായ നാഡികൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന നേരിയ ഇലക്ട്രിക്കൽ സിഗ്നൽ പോലും ഈ ഇലക്ട്രോഡ്സ് കളക്ട് ചെയ്യും. ശേഷം ഈ എലികളെ അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് ഒരു ഏരിയയിലേക്ക് വിടുകയും ആ ഏരിയയിലൂടെ എലികൾ പോകുമ്പോൾ അവ സ്വീകരിക്കുന്ന സിഗ്നൽസ്, പ്രത്യേകിച്ച് ആ സ്ഥലത്തിനെക്കുറിച്ചുള്ള സ്പേഷ്യൽ ഇൻഫർമേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്തു. കൂടെ ഏതൊക്കെ ഭാഗത്തെ ന്യൂറോൺസ് ആണ് ഈ സിഗ്നൽസ് കളക്ട് ചെയ്തത് എന്നും റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഈ എലികൾ ഉറങ്ങുന്ന സമയത്ത്, അതായത് അവയുടെ റെം സ്ലീപ്പിൻ്റെ സമയത്ത്, സ്പേഷ്യൽ ഇൻഫർമേഷൻസ് ഫയർ ചെയ്ത ന്യൂറോണിലേക്ക് അതേ സ്ഥലത്തിൻ്റെ ഇൻഫർമേഷൻസിന് തുല്യമായ ആർട്ടിഫിഷ്യൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൊടുത്ത് സ്റ്റിമുലേറ്റ് ചെയ്തു. ഒപ്പം ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റത്തിലേക്ക് ഒരു പോസിറ്റീവ് അസോസിയേഷൻ സിഗ്നൽ കൊടുത്ത് അവിടെയും സ്റ്റിമുലേറ്റ് ചെയ്ത് ശരീരത്തിൽ ഡോപ്പമിൻ റിലീസ് ഉണ്ടാക്കി. ആദ്യത്തെ യാത്രയിൽ പോയപ്പോൾ കിട്ടാത്ത ഒരു പോസിറ്റീവ് ഫീല് തുടർന്നുള്ള യാത്രകളിൽ അതേ സ്ഥലത്ത് എലികൾക്ക് കിട്ടുവാനും തുടങ്ങി. എലികൾ ആ സ്ഥലത്തേക്ക് പിന്നീട് തുടർച്ചയായി പോകുവാനും തുടങ്ങി. മനുഷ്യ പഠനങ്ങളിൽ പ്രത്യേക ശബ്ദങ്ങളെയോ ഗന്ധങ്ങളെയോ മെമ്മറിയുമായി ബന്ധിപ്പിച്ച് ഉറക്കത്തിൽ ആ സിഗ്നൽസ് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓർമ്മകളെ ശക്തിപ്പെടുത്തുന്നതിനോ മാറ്റുന്നതിനോ ഗവേഷകർ ടാർഗറ്റഡ് മെമ്മറി റീആക്ടിവേഷൻ TMR എന്ന പ്രോസസ്സിലൂടെ സാധ്യമാക്കിയിട്ടുണ്ട്. 2012 നേച്ചർ ന്യൂറോ സയൻസിൽ പബ്ലിഷ് ചെയ്തൊരു വർക്കിൽ USA നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയൊരു പഠനമുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് ആളുകളെ ഉണർന്നിരിക്കുന്ന സമയത്ത് കീബോർഡിൽ സിമ്പിൾ മെലഡീസ് വായിക്കാൻ പഠിപ്പിച്ചു. ശേഷം ഇവർ ഉറങ്ങുന്ന സമയത്ത് കുറച്ചു പേർക്ക് മാത്രം ഈ മെലഡി പ്ലേ ചെയ്ത് കൊടുത്തു. എന്നാൽ മറ്റുള്ളവർക്ക് പ്ലേ ചെയ്ത് കൊടുത്തതുമില്ല. ഉറക്കമുണർന്നപ്പോൾ മെലഡി പ്ലേ ചെയ്ത് ഉറങ്ങിയവർക്ക് കീബോർഡിൽ വായിക്കാൻ കൂടുതൽ എളുപ്പമായിരുന്നു. അവർ കൂടുതൽ ഇംപ്രൂവ്ഡ് ആയി. ഓർമ്മകൾ മോഷ്ടിക്കുന്നതിന് തുല്യമല്ലെങ്കിലും ഉറക്കത്തിൽ മെമ്മറി എത്രത്തോളം വൾണറബിൾ ആണെന്ന് ഇത് കാണിക്കുന്നുണ്ട്. ഡ്രീം ഇൻവേഷൻ. നിലവിലെ സയൻസ് നേരിട്ട് മെമ്മറി വേർതിരിച്ചെടുക്കൽ അനുവദിക്കുന്നില്ലെങ്കിലും ഇത് എത്തിക്കൽ ആൻഡ് സയന്റിഫിക് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നമുക്ക് ഉറക്കത്തിൽ ഓർമ്മകളെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ ഒടുവിൽ നമുക്ക് ഓർമ്മകളെ മാറ്റുവാനും കഴിയും. ന്യൂറൽ ഇമേജിങ്ങിലെയും ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിംഗിലെ അഡ്വാൻസ്മെന്റ് ഒരു ദിവസം ഇത് പോസിബിൾ ആക്കുമെന്ന പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ബ്രെയിൻ അത് അവിശ്വസനീയമായ വിധത്തിൽ കോംപ്ലക്സ് ആണ്. പിന്നെ മെമ്മറീസ് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഫയലുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുകയുമല്ല. മെമ്മറീസ് ഡൈനാമിക് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്, ബോധമനസ്സും ഉപബോധ മനസ്സുമായി സ്വാധീനിക്കപ്പെട്ടവയാണ്. ഇപ്പോഴത്തെ അറിവുകളും ടെക്നോളജിയും കൊണ്ട് ഒരു മനസ്സിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയൊരു മെമ്മറി ഇംപ്ലാന്റ് ചെയ്യുന്നതോ എക്സ്ട്രാക്ട് ചെയ്യുന്നതോ നമ്മളുടെ കഴിവുകൾക്കപ്പുറമാണ്. കഴിഞ്ഞ കുറച്ച് മിനിറ്റുകളായി നമ്മൾ ഡ്രീം ഷെയറിംഗ്, മെമ്മറി മാനിപ്പുലേഷൻ, ടൈം ഡയലേഷൻ, ലൂസിഡ് ഡ്രീമിംഗ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒന്ന്, സിനിമകൾ പലപ്പോഴും ക്രിയേറ്റീവ് ലിബർട്ടി എടുക്കുമ്പോൾ അത് ലൂസിഡ് ഡ്രീമിംഗ് എന്ന കൺസെപ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഉറക്കത്തിൽ നമ്മളുടെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാവട്ടെ, സിനിമ പലപ്പോഴും റിയൽ സയൻസിലേക്ക് കൂട്ടിമുട്ടുന്നുണ്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു പരിധിവരെ. രണ്ട്, വെറും റാൻഡം പിക്ചേഴ്സിനേക്കാൾ സ്വപ്നങ്ങൾ നമ്മളുടെ ഉപബോധ മനസ്സിലേക്കുള്ള വാതിലുകളാണ്, ക്രിയേറ്റിവിറ്റിക്കുള്ള പ്ലേ ഗ്രൗണ്ട്സ് ആണ്, ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ്. സിനിമകൾ നമുക്ക് തരുന്നത് സ്വപ്നങ്ങളുടെ ത്രില്ലിംഗ് ഫീച്ചേഴ്സാണ്. രഹസ്യങ്ങൾ മോഷ്ടിക്കുക, സമയം ബെൻഡ് ചെയ്യുക, നമ്മളുടെ ഡ്രീംസ്കേപ്സ് നിയന്ത്രിക്കുക, അങ്ങനെ. എന്നാൽ സയൻസ് പറയുന്നത് സ്വപ്നങ്ങൾ ഡീപ്ലി പേഴ്സണൽ ആണെന്നും വളരെ കോംപ്ലക്സ് ആണെന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ് എന്നൊക്കെയാണ്. ഡ്രീം എക്സ്ട്രാക്ഷനും ഡ്രീം ഷെയറിങ്ങും ഒക്കെ ഫിക്ഷനായി തുടരുമ്പോഴും ഓർമ്മകളെക്കുറിച്ചുള്ള സയൻറ്റിഫിക് പഠനങ്ങൾ മെമ്മറി മാനിപ്പുലേഷനെക്കുറിച്ചും ടൈം പെർസെപ്ഷനെക്കുറിച്ചും വ്യക്തത തരുന്നുണ്ട്. മനസ്സിൻ്റെ മിസ്റ്ററിയിലേക്ക് ലൂസിഡ് ഡ്രീം തുറന്നിടുന്ന അവസരങ്ങൾ ചെറുതുമല്ല. ഇൻസെപ്ഷനിലേതുപോലെ സ്വപ്നങ്ങൾ പൂർണ്ണമായും സംഭവിക്കണമെന്നില്ല. എന്നാലും സിനിമയിലെ ഫിക്ഷനിലെ റിയൽ സയൻസ് അത്രയ്ക്ക് ചെറുതുമല്ല. മറ്റൊരു സയൻസ് സിനിമ വീഡിയോയുമായി വീണ്ടും വരാം. ഇന്ന് നിങ്ങൾ ഉറങ്ങുമ്പോൾ മനസ്സിൽ തെളിയാൻ പോകുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയില്ല എന്നാവും. സോ പ്ലീസ് സപ്പോർട്ട് ഗൈസ്. Please watch, like, comment, share and subscribe. Bye bye guys.